ഇന്നേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. കറിക്കുള്ള പാകത്തിന് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിന് തന്നെ ഒരു മാരിനേഷൻ ഉണ്ടാക്കുക. 2.5 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഇച്ചിരി എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ പിരിമുളകിൻ്റെ പൊടി എടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും, പിന്നെ ആവശ്യത്തിന് ഉപ്പും, 1 ടേബിൾ സ്പൂൺ നിറയെ ചിക്കൻ മസാലയും ഇഞ്ചിയുടെ പേസ്റ്റ് 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യുക. കുറേശ്ശെ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യുക. കാരണം വെച്ചാൽ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കൂടരുത്. ഇതിനൊരു പാകമുണ്ട്, ആ പാകത്തിൽ തന്നെ എടുക്കണം കേട്ടോ. കുറച്ച് തിക്കായിട്ടുള്ള മാരിനേഡാണ് കേട്ടോ. സ്പൂണിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് വീഴുന്ന പാകത്തിനാണ്. ചിക്കനിലോട്ട് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. സാധാരണ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഒരുപാട് നേരം വെക്കണ പോലെ ഓവർനൈറ്റൊക്കെ വെക്കണ പോലെ ഒന്നും ഇത് വെക്കേണ്ടയില്ല. എല്ലാത്തിനും തന്നെ മസാലയൊക്കെ നന്നായി പിടിച്ചോളൂ കേട്ടോ. മസാല പുരട്ടിയതിന് ശേഷം ആ ചിക്കനെ മാത്രം എടുത്തങ്ങ് മാറ്റി വയ്ക്കുക. കുറച്ച് മസാല പ്ലേറ്റിൽ ബാക്കി ഉണ്ടാവില്ലേ, അതിനകത്തേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങ മസാലയിൽ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതും മാറ്റി വയ്ക്കുക. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങുക. ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. തേങ്ങ ഒക്കെ യൂസ് ചെയ്യുന്നതല്ലേ. ആദ്യം തന്നെ കുറച്ച് പച്ചമുളക് കറിവേപ്പിലയും കൂടി വറുത്ത് കോരി മാറ്റി വയ്ക്കുക. ഇത് ഗാർണിഷിങ്ങിന് വേണ്ടി മാത്രമല്ല കേട്ടോ. ഇതൊക്കെ കഴിക്കാനുണ്ടല്ലോ, മസാല ഒക്കെ കൂട്ടി ലാസ്റ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റായി. മുളകിനൊക്കെ ടേസ്റ്റാണ്. പിന്നെ ചിക്കൻ്റെ പീസുകളൊക്കെ ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങ് തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതിലെ മസാലയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക. ഈ ഫ്രൈ ചെയ്ത് കോരിയെടുത്തതിന് ശേഷം അടിയിൽ കുറച്ച് മസാല ഉണ്ടാവും. നല്ലോണം തീ കുറച്ച് വെച്ചതിന് ശേഷം ആ മസാലയും കൂടെ കോരി മാറ്റി ചിക്കനിലോട്ട് ഇടാം കേട്ടോ. അതിന് ശേഷം തേങ്ങ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടിടാം. ഒത്തിരി എണ്ണ വേണ്ട, എണ്ണ ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മുരിച്ചെടുത്താൽ മതി. അങ്ങനെ മുരിഞ്ഞ് നല്ല പാകത്തിനായിട്ട് വരുമ്പോൾ അതും വറുത്ത് മാറ്റാം കേട്ടോ. പിന്നെ ആ ചിക്കനിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ചേർത്ത് കൊടുക്കുക. നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് സ്പൂൺ കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ കൈ വെച്ചിട്ട് നല്ലോണം അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കും. ചിക്കൻ ഇല്ലാതെ ആ തേങ്ങ ഇങ്ങനെ ഈ മസാല ഒക്കെ കൂട്ടി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ചമ്മന്തിയാണ് കേട്ടത്. പത്തിരിയുടെയും അപ്പത്തിൻ്റെയും നെയ്ച്ചോറിൻ്റെയും കൂടെ മാത്രമൊന്നുമല്ല, സാധാരണ ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.